നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പഴങ്ങളും പച്ചക്കറികളും മീനുമെല്ലാം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. പഴക്കം ചെന്നവയും വേഗത്തിൽ പഴുപ്പിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്തവയുമായ വിഷങ്ങളാണ് നമ്മൾ ദിനം പ്രതി കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉൽപാദനം കൂട്ടാൻ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വിഷം ചീറ്റൽ ആരംഭിക്കുന്നത് വിൽപ്പനയ്ക്ക് പാകമാകാൻ വേഗത്തിൽ പഴുപ്പിക്കുന്നത് വരെ എത്തി നിൽക്കുന്നു. അമോണിയ, കാൽസ്യം കാർബൈഡ്, മെഴുക് തുടങ്ങിയ രാസവസ്തുക്കളെല്ലാം നമ്മുടെ ആന്തരികാവയവങ്ങളെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ കൊണ്ടെത്തിക്കുന്നുണ്ട്. വഴിയോര കച്ചവടം മുതൽ സൂപ്പർ സ്റ്റാർ മാളുകളിൽ വരെ പരസ്യമായി വിഷം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഭരണാധികാരികളുടെ അനുമതിയോടെ വിൽപ്പന നടത്തുന്ന ഈ വിഷം നിറഞ്ഞ പഴവർഗ്ഗങ്ങൾ വരും തലമുറയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. കൊച്ചിയിൽ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച ആഞ്ഞിലി ചക്ക പിടിച്ചെടുത്തു. വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ആഞ്ഞിലി ചക്കയാണ് കൊച്ചി മരട് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. മരട് ന്യൂക്ലിയസ് മാളിന് സമീപം കിലോയ്ക്ക് 100 രൂപ നിരക്കിലാണ് ആഞ്ഞിലി ചക്ക വിറ്റിരുന്നത്. വിൽപ്പനക്കാരൻ കുന്നംകുളം സ്വദേശി തമ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഞ്ഞിലി ചക്ക വിൽക്കാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരാൾക്ക് വേണ്ടിയാണ് താൻ ആഞ്ഞിലി ചക്ക വിറ്റിരുന്നതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, മുസമ്പി തുടങ്ങി എല്ലാ ഇനം പഴങ്ങളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. പല രാസവസ്തുക്കളും മാരകമായ സാധനങ്ങളാണ് ഈ വിധത്തിൽ കൃത്രിമമായി പഴുപ്പിക്കാനായി പ്രത്യേക കേന്ദ്രങ്ങൾ തന്നെയുണ്ട്. അടച്ചുറപ്പുള്ള മുറികളിൽ ചാക്ക് നിവർത്തി അതിൽ കാർബൈഡ് പോലുള്ള വസ്തുക്കൾ വിതറി പഴവർഗ്ഗങ്ങൾ അതിൽ കൂട്ടിയിട്ട് വെള്ളം കുടഞ്ഞ ശേഷം മുറികളുടെ ഷട്ടർ താഴ്ത്തിയിടുന്നു. ഈ വിധത്തിൽ ചെയ്താൽ മണിക്കൂറുകൾക്കകം പഴങ്ങൾ പഴുക്കുന്നു. മാങ്ങയാണ് ഇങ്ങനെ കൂടുതലായും പഴുപ്പിക്കുന്നത്. ഇങ്ങനെ പഴുപ്പിക്കുന്ന പഴങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് വൻ രോഗങ്ങൾക്ക് കാരണമാകുന്നു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് വരെ ഇത് കാരണമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. മുൻപ് ഇത്തരം പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥ തട്ടിപ്പുകാർക്ക് ഏറെ സഹായകമാവുകയാണ്. വേനൽക്കാലത്ത് വലിയ തോതിൽ നടക്കുന്ന പഴം വിൽപ്പനയിൽ കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന പഴങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലെ ഉക്കടം, തേർവീഥി, ചെട്ടിവീഥി തുടങ്ങിയ സ്ഥലങ്ങളിൽ തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിച്ച് വിൽപ്പന നടത്തിയ 5 ടൺ മാമ്പഴവും 1 ടൺ സപ്പോട്ടയും പിടിച്ചെടുത്തിരുന്നു. മാമ്പഴ സീസൺ ആരംഭിച്ചതോടെയാണ് കൃത്രിമമായി പഴുപ്പിച്ച് പഴങ്ങൾ വിൽപ്പന നടത്തുന്നത് വർദ്ധിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ സേലം, ഈറോഡ്, ദിണ്ടിഗൽ, കൃഷ്ണഗിരി, ധർമ്മപുരി, ആന്ധ്രാപ്രദേശ്, കേരളത്തിലെ മുതലമട അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലും ഇപ്പോൾ മാങ്ങ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം കടകളുടെ പെട്ടികളിൽ സൂക്ഷിക്കുന്ന മാങ്ങയടക്കമുള്ള പഴങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നത് രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിക്കുന്നത് കൊണ്ടാണ്. നിറമില്ലാത്തവയ്ക്ക് നിറം നൽകാനുള്ള രാസവസ്തുവും ഉപയോഗിക്കുന്നു. മൂപ്പെത്തും മുൻപ് പറിച്ചെടുത്ത സപ്പോട്ടയും പഴുപ്പിക്കുന്നത് കൃത്രിമമായാണെന്ന് തമിഴ്നാട്ടിലെ വ്യാപാരികൾ പറയുന്നു. ചൂടുകാലത്ത് നല്ല വിൽപ്പന ലഭിക്കുമെന്നതിനാൽ തണ്ണിമത്തനും ഇത്തരത്തിൽ പഴുപ്പിക്കാറുണ്ട്. തണ്ണിമത്തന് നിറം കൂട്ടുന്നതിന് ചുവന്ന കളർ ഇഞ്ചക്ട് ചെയ്യുന്നതും പതിവാണ്. കൂടാതെ അളവിൽ കൃത്രിമം കാട്ടാൻ വെള്ളം ഇഞ്ചക്ട് ചെയ്യാറുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് നല്ലവണ്ണം മൂപ്പെത്താത്ത പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ഒരുതരം കല്ലും ഉപയോഗിക്കുന്നുണ്ട്. തണ്ണിമത്തനിൽ ചുവപ്പ് നിറം കിട്ടാൻ രാസപദാർത്ഥം കുത്തിവെക്കുന്നതായ പരാതി ഉയർന്നിട്ടുണ്ട്. കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തൊലിപ്പുറത്തെ ചൊറിച്ചിൽ, ക്യാൻസർ, കുടൽപുണ്ണ് എന്നിവയടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് കാൽസ്യം കാർബൈഡ് എന്നാണ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്ഥിരമായി ഇത്തരം പഴങ്ങൾ കഴിക്കുന്നവർക്ക് കണ്ണിന് അസ്വസ്ഥതയുണ്ടാകുമെന്നും നെഞ്ചുവേദന അടക്കമുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് തരുന്നു. വേനൽ കടുത്തതോടെ പഴങ്ങളുടെ വിൽപ്പന വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മീൻ കേടാവാതിരിക്കാൻ അമോണിയ വ്യാപകമായി ഉപയോഗിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യങ്ങൾ കേടാവാതിരിക്കാൻ അമോണിയ ചേർക്കുന്നുണ്ട്. ഈ അവസരത്തിൽ തമിഴ്നാട്ടിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് കോയമ്പത്തൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെത്തുന്ന പഴങ്ങൾ പരിശോധിക്കാൻ ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൂടി രംഗത്തിറങ്ങിയാൽ രോഗങ്ങൾ പരത്തുന്ന പഴങ്ങളുടെ വിൽപ്പന തടയാനും ഇതിലൂടെ രോഗപ്രതിരോധം നടത്താനും കഴിയും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.